അനന്തമായ ആകാശഗംഗയിൽ കോടിക്കണക്കിന് നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന 3 നക്ഷത്രങ്ങളുണ്ട്. ഒരു അമ്പിന്റെയോ അല്ലെങ്കിൽ 3 കാൽപ്പാടുകളുടെയോ ആകൃതിയിൽ ദൃശ്യമാകുന്ന ഈ നക്ഷത്ര സമൂഹത്തെ ഭാരതീയ ജ്യോതിഷം ശ്രവണ എന്ന് വിളിച്ചു. മലയാളികൾ അതിനെ തിരുവോണമെന്ന് നെഞ്ചോട് ചേർത്തു. വെറുമൊരു നക്ഷത്രബലത്തിനപ്പുറം മനുഷ്യരാശിയുടെ അറിവിന്റെയും വിനയത്തിന്റെയും ആത്മീയതയുടെയും ഏറ്റവും വലിയ അടയാളമാണ് തിരുവോണം. എന്തുകൊണ്ടാണ് തിരുവോണം നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്? എന്തുകൊണ്ട് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവകാരികളും ചിന്തകരും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമ്മൾ നടത്തുന്ന യാത്ര അവസാനിക്കുന്നത് ചരിത്രത്തിന്റെയും പുരാണങ്ങളുടെയും നിഗൂഢമായ കാണാപ്പുറങ്ങളിലേക്കാണ്. തിരുവോണം എന്നാൽ വെറുമൊരു ജന്മനക്ഷത്രമല്ല, അതൊരു കേൾവിയാണ്. പ്രപഞ്ചത്തിന്റെ സ്പന്ദനങ്ങളെ കാതോർക്കുന്ന നക്ഷത്രം. ശ്രവണ എന്ന സംസ്കൃത പദത്തിന് കേൾക്കുക എന്നാണ് അർത്ഥം. കേൾവിയിലൂടെ ലോകത്തെ പഠിക്കുകയും മൗനത്തിലൂടെ പ്രപഞ്ചത്തെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു തത്വം ഈ നക്ഷത്രത്തിന് പിന്നിലുണ്ട്. പുരാതന കാലത്ത് വേദങ്ങൾ പകർന്നു നൽകിയിരുന്നത് അക്ഷരങ്ങളിലൂടെയല്ല, മറിച്ച് കേൾവിയിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അറിവിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന നക്ഷത്രമായി തിരുവോണം കരുതപ്പെടുന്നു. ഈ നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മഹാബലിയുടെയും വാമനന്റെയും കഥയാണ്. എന്നാൽ ആ കഥയുടെ പിന്നിലെ യഥാർത്ഥ രഹസ്യം പലരും തിരിച്ചറിയാതെ പോകുന്നു. മഹാവിഷ്ണു തന്റെ പാദങ്ങൾ അളന്നുവെക്കാൻ തിരഞ്ഞെടുത്ത നക്ഷത്രമാണിത്. അഹങ്കാരത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരാളെ വിനയത്തിന്റെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താനല്ല, മറിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്താനാണ് വാമനൻ വന്നത്. തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതവും ഇത്തരമൊരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നതാണ്. പലപ്പോഴും ജീവിതത്തിൽ വലിയ വീഴ്ചകൾ നേരിടുമ്പോഴാണ് ഇവർ കരുത്തരായി മാറുന്നത്. അതൊരു തകർച്ചയല്ല, മറിച്ച് വലിയ വളർച്ചയ്ക്കുള്ള പ്രപഞ്ചത്തിന്റെ ഒരുക്കലാണ്. ഈ നക്ഷത്രക്കാർ അറിവിനെ സ്നേഹിക്കുന്നവരാണ്, എന്നാൽ ആ അറിവ് പ്രദർശിപ്പിക്കാറില്ല. ഒരു ആഴക്കടലിന്റെ ശാന്തത അവർക്കുണ്ടാകും, പക്ഷേ ആ ശാന്തതയ്ക്കിടയിൽ നിഗൂഢമായ പല ചിന്തകളും ലക്ഷ്യങ്ങളും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. മറ്റുള്ളവർക്ക് ഒരിക്കലും പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു പുസ്തകമാണ് ഓരോ തിരുവോണം നക്ഷത്രക്കാരനും. അവർ എപ്പോൾ ചിന്തിക്കുന്നു, എപ്പോൾ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത് തിരുവോണം നക്ഷത്രത്തിന്റെ ഇതുവരെ ആരും പറയാത്ത രഹസ്യങ്ങളിലേക്കാണ്. അവരുടെ സ്വഭാവത്തിലെ സവിശേഷതകൾ, പ്രണയം, ദാമ്പത്യം, സമ്പത്ത് എന്നിവയ്ക്ക് പുറമെ അവരുടെ ആത്മീയമായ ശക്തിയും ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന നിഗൂഢമായ പ്രതിസന്ധികളും നമ്മൾ ചർച്ച ചെയ്യുന്നു. മകരരാശിയുടെ അച്ചടക്കവും ചന്ദ്രന്റെ മനസ്സും ഒത്തുചേരുന്ന ഈ നക്ഷത്രം എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഏകാന്തത ഇത്രയധികം ഇഷ്ടം? ഇവർ ശത്രുക്കളെ നേരിടുന്നത് എങ്ങനെയാണ്? മറ്റാരും പറഞ്ഞു തരാത്ത ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ മാത്രം ഒളിഞ്ഞു കിടക്കുന്ന ആ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വിനയത്തിന്റെ 3 അടി മണ്ണുകൊണ്ട് ലോകമളന്ന വാമനമൂർത്തിയുടെ നക്ഷത്രം, അറിവിന്റെയും കേൾവിയുടെയും ആകാശ സത്യം. തിരുവോണത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള ഈ യാത്ര ഇവിടെ തുടങ്ങുന്നു. തിരുവോണം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മഹാബലിയും വാമനനുമാണ്. എന്നാൽ ഇതിന്റെ കാണാപ്പുറം തേടി പോയാൽ എത്തുന്നത് ത്രിവിക്രമ ഭാവത്തിലാണ്. വിഷ്ണുവിന്റെ 3-ാം പാദം മഹാബലിയുടെ ശിരസിൽ വെച്ചപ്പോൾ അത് അഹങ്കാരത്തിന്റെ ശമനത്തെയും പൂർണ്ണമായ സമർപ്പണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. തിരുവോണം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു വീഴ്ച അല്ലെങ്കിൽ സമർപ്പണം നേരിടേണ്ടി വരും. ആ വീഴ്ചയിൽ നിന്നാണ് അവർ ലോകം കണ്ട ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് വളരുന്നത്. ഇതൊരു നിഗൂഢമായ സത്യമാണ്. തിരുവോണക്കാർ എത്രത്തോളം വിനയാന്വിതരാകുന്നുവോ അത്രത്തോളം അവർ പ്രപഞ്ചത്തിൽ ഉയർത്തപ്പെടും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ശാന്ത സ്വഭാവക്കാരും ചിന്താശീലരുമായിരിക്കും. ഇവരുടെ ചില പ്രധാന സവിശേഷതകൾ നോക്കുമ്പോൾ ഇവർ നിത്യവിദ്യാർത്ഥികളാണ്. മരണം വരെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. മധുരമായി സംസാരിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഇവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ചന്ദ്രൻ ഭരണാധിപനാണെങ്കിലും ശനി രാശ്യാധിപനായ മകരത്തിലാണ് ഈ നക്ഷത്രം വരുന്നത്. അതിനാൽ മനസ്സിന്റെ ചഞ്ചലതയെ അച്ചടക്കം കൊണ്ട് നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയും. കള്ളം പറയുന്നതും ചതിക്കുന്നതും ഇവർക്കിഷ്ടമല്ല. തിരുവോണം നക്ഷത്രക്കാർക്ക് പുറമേ കാണാത്ത ചില നിഗൂഢ വശങ്ങളുണ്ട്. ജ്യോതിഷ പണ്ഡിതന്മാർ പോലും അധികം ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങൾ ഇവയാണ്. പുറമെ വലിയ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുമെങ്കിലും തിരുവോണക്കാർ ഉള്ളിന്റെ ഉള്ളിൽ വലിയ ഏകാന്തത അനുഭവിക്കുന്നവരാണ്. ആൾക്കൂട്ടത്തിനിടയിലും അവർ തങ്ങളുടേതായ ഒരു ലോകത്ത് ജീവിക്കുന്നു. ഈ ഏകാന്തതയാണ് അവരെ സർഗാത്മകതയിലേക്കും ആത്മീയതയിലേക്കും നയിക്കുന്നത്. ഇവർ ആരോടും നേരിട്ട് യുദ്ധത്തിന് പോകാറില്ല. എന്നാൽ തങ്ങളെ ദ്രോഹിച്ചവരെ പ്രപഞ്ചം തന്നെ ശിക്ഷിക്കുന്നതിന് ഇവർ സാക്ഷിയാകാറുണ്ട്. മൗനം വിദ്വാനുഭൂഷണം എന്നത് ഇവരുടെ കാര്യത്തിൽ അന്വർത്ഥമാണ്. ഇവരുടെ നിശബ്ദത എതിരാളികളിൽ ഭയമുണ്ടാക്കും. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന ഒരു വാശി ഇവർക്കുണ്ട്. ഈ സ്വഭാവം ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായി ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമാകാറുണ്ട്. താൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് അസ്വസ്ഥരാകും. പണം സമ്പാദിക്കാൻ ഇവർക്ക് മിടുക്കുണ്ട്. എന്നാൽ അത് ആഡംബരത്തിന് വേണ്ടിയല്ല, മറിച്ച് സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഇവർ മുൻപന്തിയിലുണ്ടാകും. പക്ഷേ അത് ലോകമറിയണമെന്നവർ ആഗ്രഹിക്കാറില്ല.
തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ഉത്തരവാദിത്വ ബോധമുള്ളവരും കുടുംബത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കും. പലപ്പോഴും അമ്മയോട് ഇവർക്ക് അമിതമായ അടുപ്പമുണ്ടാകും. ജോലിസ്ഥലത്ത് ഇവർ വിശ്വസ്തരായിരിക്കും. തിരുവോണം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് നല്ലൊരു വ്യക്തിത്വമുണ്ടാകും. അവർ കലകളിൽ താല്പര്യമുള്ളവരും വീട് ഭംഗിയായി കൊണ്ടു നടക്കാൻ കഴിവുള്ളവരുമായിരിക്കും. മതപരമായ കാര്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. അധ്യാപനം, മനഃശാസ്ത്രം, വാർത്താവിനിമയം, സംഗീതം, ഭരണം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. കേൾക്കാനുള്ള കഴിവ് ഇവരെ മികച്ച കൗൺസിലർമാരാക്കുന്നു. ബിസിനസ് ചെയ്യുന്നവരേക്കാൾ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ കൂടുതൽ. 30 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക പുരോഗതി കാണാറുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവരാണ്. പങ്കാളിയെ ബഹുമാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും ഇവർക്ക് കഴിയും. എങ്കിലും ചിലപ്പോൾ പങ്കാളിയുടെ മേൽ അമിതമായ ആധിപത്യം സ്ഥാപിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. മക്കളോട് വലിയ സ്നേഹമായിരിക്കും, എന്നാൽ അവരെ കർക്കശമായ അച്ചടക്കത്തിൽ വളർത്താൻ ഇവർ ആഗ്രഹിക്കുന്നു. ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, കാലുകൾക്ക് വേദന എന്നിവ ഈ നക്ഷത്രക്കാരെ അലട്ടാറുണ്ട്. കൃത്യസമയത്ത് ആഹാരം കഴിക്കാത്തത് ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം ശീലിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. തിരുവോണം ഒരു ദേവഗണ നക്ഷത്രമാണ്. മോക്ഷത്തിലേക്കുള്ള വഴി തേടുന്ന നക്ഷത്രമാണിതെന്ന് പല ആചാര്യന്മാരും പറയുന്നു. ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും ഇവർ ഉള്ളുകൊണ്ട് വിരക്തരായിരിക്കും. തിരുവോണത്തിന്റെ അധിപനായ മഹാവിഷ്ണുവിനെ പതിവായി ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഓം വിഷ്ണവേ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ്. ദശാധിപനായ ചന്ദ്രനെയും രാശാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുകയും വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്യാം. ശനീശ്വര ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുകയും നീലവസ്ത്രങ്ങൾ ധരിക്കുകയും ശനിമന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ചന്ദ്രശാന്തി ഹോമം, ശനിശാന്തി ഹോമം എന്നിവ ദോഷപരിഹാരത്തിനായി നടത്താവുന്നതാണ്. ദുർഗാസ്തോത്രങ്ങൾ, ചന്ദ്രമന്ത്രം, ശനിമന്ത്രം എന്നിവ ദിവസവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. തിരുവോണം, അത്തം, രോഹിണി തുടങ്ങിയ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ശുഭകരമാണ്. തിങ്കളാഴ്ചയും തിരുവോണവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ ദുർഗാക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദുരിതശാന്തിക്ക് വഴിയൊരുക്കും. കഴിവിനനുസരിച്ച് അന്നദാനം നടത്തുക. പ്രത്യേകിച്ച് അനാഥരായ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യകരമാണ്. ഈ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ രത്നം മുത്താണ്. വജ്രവും അനുകൂലമായി കണക്കാക്കപ്പെടുന്നു. വെളുപ്പ്, കറുപ്പ് എന്നിവ അനുകൂല നിറങ്ങളാണ്. ജ്ഞാനസമ്പാദനം, കഠിനാധ്വാനം, ഉദാരത, ഈശ്വരവിശ്വാസം, കുടുംബസ്നേഹം തുടങ്ങിയ നിരവധി ഉത്തമ ഗുണങ്ങളുടെ സങ്കലനമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്നും തിരുവോണത്തെ വേറിട്ട് നിർത്തുന്നത് ഇവരുടെ സ്വീകാര്യതയാണ്. ഏത് മോശം സാഹചര്യത്തെയും കേട്ടുപഠിച്ച് അതിനെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടാകും. അത് ആത്മവിശ്വാസത്തിൻ്റെതല്ല, മറിച്ച് തിരിച്ചറിവിന്റെ വെളിച്ചമാണ്. മറ്റുള്ളവർ സംസാരിക്കാൻ ധൃതി കൂട്ടുമ്പോൾ തിരുവോണക്കാർ നിശബ്ദരായിരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. ഈ നിരീക്ഷണ പാടവമാണ് അവരെ ജീവിതത്തിലെ വലിയ ചതുരംഗ കളികളിൽ വിജയികളാക്കുന്നത്. ഈ നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഗുണകരമാണ്. ജന്മനക്ഷത്ര ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതും പാൽപായസം വഴിപാടായി നൽകുന്നതും ഐശ്വര്യം കൊണ്ടുവരും. വെള്ള, നീല എന്നീ നിറങ്ങൾ ഇവർക്ക് ഭാഗ്യം നൽകുന്നവയാണ്. തിരുവോണം വെറുമൊരു നക്ഷത്രമല്ല, അതൊരു സംസ്കാരമാണ്. അറിവിനെ വിനയം കൊണ്ട് കീഴടക്കുന്ന ഒരു ജീവിത രീതി. മഹാബലിയെ പോലെ എല്ലാം നൽകാൻ തയ്യാറാകുന്ന ഉദാരതയും വാമനനെ പോലെ ലോകത്തെ അളക്കാൻ കഴിയുന്ന ബുദ്ധിശക്തിയും ചേർന്ന അപൂർവ സംഗമം. നിങ്ങൾ ഒരു തിരുവോണം നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ അറിവല്ല, മറിച്ച് ആ അറിവിനെ നിങ്ങൾ എങ്ങനെ വിനയത്തോടെ ലോകത്തിന് നൽകുന്നു എന്നതിലാണ്. നിങ്ങളുടെ നിശബ്ദതയിൽ വലിയൊരു പ്രപഞ്ചം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ സാധാരണ മനുഷ്യനിൽ നിന്നും അസാധാരണ വ്യക്തിത്വത്തിലേക്ക് മാറും. ഈ പ്രപഞ്ചത്തിന്റെ താളം കേൾക്കാൻ കഴിയുന്ന ശ്രവണശക്തി നിങ്ങളിൽ ഉള്ളിടത്തോളം കാലത്തിന് നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. വിനയത്തിന്റെ 3 അടി മണ്ണിൽ നിന്ന് നിങ്ങൾ ലോകത്തെ കീഴടക്കിക്കൊണ്ടേയിരിക്കും.